നമ്മുടെ തണ്ണിമത്തൻ കൃഷിയിടത്തിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ തയ്യാറാക്കിയുള്ള ഏരിയക്ക് മുകളിൽ ഡോളോമൈറ്റ് ഇടുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ സുഹൃത്ത് അക്ബർ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനുള്ള പരിപാടികളാണ് കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. അക്ബറേ, നമുക്ക് പശ ഇടേണ്ട ആവശ്യമില്ല. പശ ഇട്ട് കഴിഞ്ഞാലേ നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ദൂരമൊക്കെ ഉണ്ടാവും. വർഷക്കാലം വരുമ്പോൾ ദൂരമൊക്കണം. ഈ കയറ് മാത്രം ദൂരിയാൽ പൈപ്പ് വേറെ ഉണ്ട് കിട്ടും. ഇതേ അളവിൽ നമ്മൾ അടുത്ത പ്രാവശ്യം ഏരി ഇട്ടാൽ മതി. വെള്ളം ഫോഴ്സിൽ വരുന്ന സമയത്ത് ഒരു പോകുന്നില്ലല്ലോ. ഇറിഗേഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ സെന്ററിൽ കൂടി കൊടുക്കുന്ന PVC പൈപ്പ് ഹോൾ ഇടുക നോക്കുന്നത്? ഇതൊരു ടാസ്ക് പരിപാടിയാണ്. നമ്മൾ ഇലക്ട്രിക് ഡ്രില്ലറിന് സുഖമായിട്ട് ഇലക്ട്രിക്കിന്റെ സാധനം സുഖമായിട്ട് തുറക്കാം. ഇതിന്റെ ബിറ്റ് വരുന്നതാ ഇതേപോലെയാണ്. ഇതിന്റെ വാഷർ എന്നിട്ട് ആ ഹോളിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് പണിയാണ്. അതുകൊണ്ട് കൊടുത്തിട്ട് ശരിക്കും ഗ്ലൗസ് അങ്ങനെ വേണം. ഇങ്ങനെ ഇട്ടാൽ ഇതിക്ക് പൈപ്പ് ഇടുക, അങ്ങനെ ലോക്ക് പരിപാടി കഴിഞ്ഞു. നമ്മളിന്ന് ഹോളിടലൊന്ന് കഴിക്കും. ഹോളിട്ടിട്ട് ഈ ഹോളിട്ടിട്ട് പൈപ്പ് ഇടാനുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാക്കി സിപ്പ പൈപ്പ് നാളെ ഇടല്ലേ. പൈപ്പ് നാളെ ഇടും. ആ എൻഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതാ നമ്മളിത് ഇങ്ങനെ വന്നിട്ട് ഇതുവരെയാണ് പൈപ്പ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് പാടത്ത്. പൈപ്പ് ഇട്ട് അതുപോലെ തന്നെ കണക്ഷനൊക്കെ കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ സിപ്പ പൈപ്പ് ഓരോ ഏരിയക്ക് ഇടാനുണ്ട്. ബാക്കി കാഴ്ചകള് നാളെ. ഇനി നമുക്ക് അടുത്തത് സിപ്പ പൈപ്പ് ഇടല്. സുഹൃത്ത് അക്ബർ ഇവിടെ എത്തിയിട്ടുണ്ട്. അക്ബറെ, എല്ലാ സെറ്റപ്പും അക്ബറുടെ കയ്യിൽ. രണ്ടുപേരെ വന്നപ്പോൾ വണ്ടി സാധനം ചോദിച്ചു എൻ്റെ അടുത്തുണ്ടായിട്ടില്ല. അപ്പൊ ഇന്നെന്ത് പണിയെടുക്കണ സാധനമായിട്ടാണ് പോകുന്നതല്ലേ. പൈപ്പ് കറക്റ്റാണോ? പോട്ടെ. ഒരറ്റം പിടിച്ചിട്ട് നേരെ ഇങ്ങനെ കൊണ്ടുപോവാണ്. ഇതുപോലെ നമുക്ക് ഇനി ഓരോ എരുമലും സിപ്പ പൈപ്പ് വലിച്ചിടാം. ഇതാണ് ടാസ്ക് അല്ലേ? ഈ വാൾവ് ടൈപ്പ് ആയതാണ്. മറ്റേ കുഴപ്പമില്ല, പെട്ടെന്ന് തരുമല്ലേ. വലിച്ചുകൊണ്ട് ആ സൗണ്ട് വന്നില്ലേ? ആ സൗണ്ട് വന്നു കഴിഞ്ഞാൽ അത് ലോക്കായി. എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ ഫ്രണ്ടിക്ക് കുറച്ചൊരു തള്ളിച്ചുണ്ടാവും. മറ്റേനും ഉണ്ടാവില്ല. മറ്റേ നമ്മൾ സാധൊക്കെ ഉണ്ടാവില്ല. ഇടുമ്പോൾ വേറെ ഒന്നും ശ്രദ്ധിക്കണം കേട്ടോ. ഇത് മേലേക്ക് വരണം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഷീറ്റ് വിരിക്കുമ്പോൾ അവിടെ നമുക്കിവിടെ ഹോളിടാൻ എളുപ്പമാണ്. ഇതേപോലെ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ മേലക്കാക്കി വെക്കുക. എൻ്റെ കെട്ടുമ്പോഴും അതേമാതിരി ചെയ്യല്ലേ? എൻ്റെ കെട്ടുമ്പോൾ അതേപോലെ അവിടെയും കിട്ടുക. ഈ സാധനം ഇടുക. സൗണ്ട് വന്നില്ല. ആ സൗണ്ട് വന്നു കഴിഞ്ഞാൽ ലോക്കായി. സാധനം മേലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ചെയ്യാം. കെട്ടിടണം. അപ്പോൾ ആ കെട്ടിടം നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇവിടെ ഒന്നും ഉണ്ടല്ലോ. ഇതിപ്പോൾ എന്തായാലും കുറ്റിമൊക്കെ കയറും. അപ്പം നമ്മൾ കുറച്ചും കൂടി കയറ്റിയെടുക്കും. അത് കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ സ്റ്റോപ്പർ ഇടേണ്ട ആവശ്യമില്ലല്ലേ? സ്റ്റോപ്പറിൻ്റെ ആവശ്യം അതൊക്കെ വെറുതെ നമ്മൾ സ്റ്റോപ്പർ പലരും അത് കിട്ടാം. നമ്മൾ ഇതുവരെ ചെയ്തതിലൊന്നും സ്റ്റോപ്പർ ഇട്ടില്ല. ഇത് മുകൾക്കാവുന്ന രീതിയിൽ ചപ്പിച്ചുകൊണ്ട് രണ്ട് ചിറ്റിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെള്ളം ചാടണം. അത് പേടിക്കാം നമുക്ക്. അപ്പൊ ആ എൻഡിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഇതിമാട് കെട്ടിട്ടാ വെള്ളം ലീക്ക് ആവുന്നില്ലല്ലേ? എന്താണ് ഇത്രയും മടങ്ങില്ല. ഇവിടെ 2 മടക്കൂടെ മടങ്ങി ഓൾറെഡി. ഇതേപോലെ തിരിക്കേണ്ട വെച്ചാൽ ഇതൊന്നും സംഭവിക്കില്ല. ഇത് അടിക്ക് വെക്കുമ്പോൾ നമ്മൾ ഇതിപ്പോൾ നനച്ചു കൊടുക്കൂലേ? ആ സമയത്ത് ഇതേപോലത്തെ കട്ടാന്നേരം ഇവിടെ വന്നിട്ട് ഈ ഹോളിൻ്റെ അവിടെ നിൽക്കും. പിന്നെ നന ഒഴിവാക്കി പോകുന്ന സമയത്ത് അവിടെ നിന്നിട്ട് സെറ്റായിട്ട് പിന്നെ ഹോളുണ്ടാടി വെള്ളം കറക്കുമ്പോൾ പ്രശ്നമില്ല. അതൊന്ന് പിന്നെ ഒരു സംഭവത്തിൽ നമ്മൾ ഷീറ്റ് വിരിക്കും. ഇതിന് മേലെ ഷീറ്റ് വിരിച്ചിട്ട് മോട്ടർ ഓൺ ആക്കും. ആ ഷീറ്റ് മണ്ടോ ഇതിന് കിണുപ്പ് നിൽക്കണം. നമുക്ക് ആ ഹോൾ ഇടണമെങ്കിൽ ഇവിടെ ഹോൾ ഇടാണ്. അതിൻ്റെ അടുത്ത് വന്നിട്ട് ഹോൾ ഇടാൻ പറ്റും. നമ്മൾ അടന്ന് വീടുന്ന ഹോൾ ഇതിൻ്റെ മേലേക്ക് വരും. നല്ല വെയിലായതുകൊണ്ട് നമ്മൾ കുറേശ്ശെയാണ് പണി തീർത്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന പരമ്പത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക്. ഇവിടെ ഒക്കെ നമ്മളിപ്പോൾ സിപ്പ പൈപ്പ് ഡ്രിപ്പ് ഇറിഗേഷനുള്ള സംഭവമിട്ട് സുഹൃത്ത് അക്ബർ അതാ ആ എൻഡിലുണ്ട്. ഇനി അതും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പോലത്തെ പരിപാടി നിർത്താൻ പോവാണ്. പെയിൻറ്റിങ് പണി നിർത്തിയിട്ട് പ്ലംബിങ്ങിന് ഇറങ്ങേണ്ടി വരുമോ? പെയിന്റ് പണി എന്തായാലും നിർത്തി പായൂല. ഇതെന്താ സംഭവം? ഇത് നമ്മളെ കൃഷിനോടുള്ള ഒരു മുഹബത്താണ്. വേറെ അർത്ഥമാണ്. അതെല്ലാം ജോലിച്ച് പോയാണ്ട് 4 മണിക്ക് വിളിക്കണ്ട ഞാൻ വരുന്നുണ്ട് എന്നോട് പറയാൻ കാരണം. പക്ഷെ എനിക്ക് ഞാൻ പണിക്കാരനായിട്ട് വന്നത് ഞാൻ രാവിലത്തെ വിളി കണ്ടപ്പോൾ എനിക്ക് തോന്നി. അല്ല നമ്മള് അതൊന്നും നമുക്ക് കാര്യങ്ങൾ നോക്കണ്ടേ. അങ്ങനെ നമ്മള് ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വെഞ്ചർ അല്ലേ?
അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഇഞ്ചുറി ലാസ്റ്റ് അല്ലേ. ഫൈനലി അങ്ങനെ നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അക്ബറേ സന്തോഷത്തോടെ കൂടിയിട്ട് ഏറ്റുവാങ്ങണം അവിടെ ഉള്ളിലുള്ള കച്ചറൊക്കെ അല്ലേ. അപ്പൊ വെള്ളം മൊത്തം കൊണ്ട് പാസ് ചെയ്തതിന് ശേഷം എൻഡ് ക്യാപ്പ് ഇട്ട് കൊടുക്കല്ലേ. ഇനിയിപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ നാളെ നനച്ചിടാനും അതുപോലെ തന്നെ നാളെ ഷീറ്റ് വിരിക്കാനും ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. അത് നമ്മൾ മൊത്തം ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. എല്ലായിടത്തും വെള്ളം കിട്ടുന്നുണ്ടോ ഇല്ലാന്നല്ലേ. ഇതേട്ടാ ഏറ്റവും ലാസ്റ്റ്, അതായത് അവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് ലാസ്റ്റ് ഏരിയയിലുള്ള സംഭവമാണ്. ഇവിടെ വെള്ളം കിട്ടുന്നുണ്ട്, അത്യാവശ്യം ഫോഴ്സ് ഉണ്ടല്ലോ ഏറ്റവും ലാസ്റ്റ് അല്ലേ. 1.5 HP ധാരാളമല്ലേ നമുക്ക്.